ബ്യൂട്ടി ഓഫ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ ഈ ചാനലിൽ PSC ആസ്പിരൻസിന് വേണ്ടിയിട്ട് അതുപോലെ കേട്ടിട്ട് SSC തുടങ്ങിയ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെയും മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് സിലബസ് വന്നിട്ടുണ്ട്. അത് അടിസ്ഥാനമാക്കിയിട്ടുള്ള മാത്സ് ക്ലാസ്സുകൾ നമുക്ക് ആരംഭിച്ചു തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്പർ സിസ്റ്റം ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമ്പർ സിസ്റ്റം എന്താണ്? നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു വേനെയാണ്, ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്പർ സിസ്റ്റം അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതികളനുസരിച്ച് നമുക്ക് നമ്പേഴ്സിനെ ഫസ്റ്റ് കാറ്റഗറി നാച്ചുറൽ നമ്പേഴ്സ്, whole numbers, integers എന്നിങ്ങനെ മൂന്നായിട്ട് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യും. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസർഗ സംഖ്യകൾ, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളെന്നും പറയാറുണ്ട്. ഹോൾ നമ്പേഴ്സ് അഖണ്ഡ സംഖ്യകൾ. ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണസംഖ്യ. അപ്പോൾ ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യുന്ന സംഖ്യകൾ, അതായത് കൗണ്ടബിൾ ആയിട്ടുള്ള നമ്മുടെ നമ്പേഴ്സ് തന്നെ. ഏതാണ്? 1, 2, 3, 4 ഇങ്ങനെ അപ് ടു ഇൻഫിനിറ്റി വരെ ഉള്ള നമ്പേഴ്സ് ഇല്ലേ, അതിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ്, നിസർഗ സംഖ്യകൾ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്, കൗണ്ടബിൾ ആയിട്ടുള്ള നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കൗണ്ടബിൾ നമ്പേഴ്സ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0 കൂടെ ആഡ് ചെയ്ത് പറയുന്നതാണ് 0, 1, 2, 3 എക്സെട്ര ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോഴോ പൂർണ്ണസംഖ്യകൾ, അതായത് നമ്മുടെ കൗണ്ടബിൾ ആയിട്ടുള്ള നമ്പേഴ്സ്, അതായത് നാച്ചുറൽ നമ്പേഴ്സ്, പിന്നെ 0, അതുപോലെ നെഗറ്റീവ് ഓഫ് കൗണ്ടബിൾ നമ്പേഴ്സ്, ഇത് ഇത്രയും കൂടി ചേർന്നതാണ് ഇന്റിജേഴ്സ്. അതായത് നെഗറ്റീവ് നമ്പേഴ്സ് 0, പോസിറ്റീവ് നമ്പേഴ്സ്, ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഇന്റിജേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത്. ഈ നമ്പേഴ്സിനെല്ലാം നമ്മൾ ഒരു നമ്പർ സിസ്റ്റത്തിലേക്ക് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. അതായത് നമ്പർ സിസ്റ്റത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്പർ ലൈൻ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു നമ്പർ ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെ എക്സ്പ്ലെയിനിൽ വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ നമ്പർ ലൈൻ എന്ന് പറയുന്നത്. എന്താണ് എക്സ്പ്ലെയിനും വൈപ്ലെയിനും? റിയൽ ആക്സിസ് ആയിട്ട് വരുന്നതാണ് എക്സ്പ്ലെയിൻ. വൈപ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇമാജിനറി ആക്സിസ് ആണ് എടുക്കുന്നത്, ഇത് റിയൽ ആക്സിസ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്പർ ലൈനെ നമ്മളൊരു എക്സ്പ്ലെയിനിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിൽ നേരെ 0, അത് കഴിഞ്ഞ 1, 2, 3, 4 ഇങ്ങനെ ഇങ്ങോട്ടത്തേക്ക് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ നീളും. അപ്പോൾ 1 to ഇൻഫിനിറ്റി വരെയുള്ള ഇത്രയും നമ്പേഴ്സിനെ നമ്മൾ എന്താ പറയുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. ഈ 0 to ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്താ പറയുന്നത്? ഹോൾ നമ്പേഴ്സ്. ഇനി ഈ കൗണ്ടബിൾ നമ്പേഴ്സിന്റെ നെഗറ്റീവ് അത് ഈ സൈഡിലാണ് വരുന്നത്, ലെഫ്റ്റ് സൈഡിലാണ് വരിക. -1, -2,
-3, -4 അപ് ടു -ഇൻഫിനിറ്റി വരെ. അപ്പോൾ ഇത് എന്താണ്? ഈ -ഇൻഫിനിറ്റി മുതൽ ഈ ഇൻഫിനിറ്റി വരെയുള്ള ഇത്രയും നമ്പേഴ്സിനാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്പർ ലൈനിൽ കൂടി ഇതിന്റെ റെപ്രസെന്റേഷൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ, രണ്ട് അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ ഡിഫറൻസ് എത്രയാണ്? 1 ആയിരിക്കും. ഡിഫറൻസ് 1 ആണ്. ഇവിടെ അതായത് എപ്പോഴും ഈ നമ്പർ ലൈനിലെ വാല്യൂസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇൻക്രീസ് ചെയ്ത് വരികയാണ് അല്ലേ, കൂടി വരികയാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും വാല്യൂസ് കൂടി വരികയാണ്. അതായത് 0 + 1 1, 1 ന്റെ കൂടെ 1 2, 2 + 1 3, 3 + 1 4, അങ്ങനെയാണ് നമ്മുടെ നമ്പേഴ്സ് ആഡ് ചെയ്ത് പോകുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് അങ്ങനെയാണ് വരിക. 0ൽ നിന്ന് 1 ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് -1 വരുന്നു. -1ൽ നിന്ന് 1 കുറയുമ്പോൾ -2 വരുന്നു. -2ൽ നിന്ന് വീണ്ടും 1 കുറയുമ്പോൾ -3 വരുന്നു. അതായത് ലെഫ്റ്റിലേക്ക് പോകുന്നതോറും വാല്യൂ ഡിക്രീസ് ചെയ്ത് വരുന്നു. ഇവിടെ രണ്ട് ഇൻറ്റിജേഴ്സ് തമ്മിലുള്ള ഡിഫറൻസിന്റെ വാല്യൂ 1 തന്നെയാണ്. അപ്പോൾ ഇതാണ് നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. നെഗറ്റീവ് നമ്പേഴ്സിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉള്ള നെഗറ്റീവ് നമ്പർ ഏതാണ്? -1 ആണ് അല്ലേ. ഏറ്റവും ലാർജസ്റ്റ് നെഗറ്റീവ് നമ്പർ ഏതാണ്? നമ്പർ എന്ന് പറയുന്നത് -1 ആണ്. ക്ലിയർ ആണല്ലോ? നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കും. നെക്സ്റ്റ് നമുക്ക് ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൗണ്ടിങ് നമ്പേഴ്സിന്റെ 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൗണ്ടിങ് നമ്പേഴ്സിന്റെ 2ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത നമ്പേഴ്സ് ആണ് ഓഡ് നമ്പേഴ്സ്. 1 3 5 ഇങ്ങനെ. ഇതാണ് ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ് കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാറ്റഗറി ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നതാണ് പ്രൈം നമ്പേഴ്സ്, കോമ്പോസൈറ്റ് നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭാജ്യ സംഖ്യകൾ. അതായത് ഒരു കൗണ്ടിങ് നമ്പറിന്റെ, ഒരു നാച്ചുറൽ നമ്പറിന്റെ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ അതിൽ 1ഉം ആ നമ്പറും തന്നെയാണ് ഫാക്ടേഴ്സ് എങ്കിൽ അത്തരത്തിലുള്ള നമ്പേഴ്സിനാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 11 എന്നൊരു നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ 11ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 11ഉം തന്നെയാണ്. 2 എടുക്കുകയാണ്. ഫസ്റ്റ് 2 എടുക്കുകയാണ്. 2 എടുക്കുകയാണെങ്കിൽ 2ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 2 അല്ലേ. 3 എടുക്കുകയാണ്. ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 3. 4 എടുക്കുകയാണ്. ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 2 4. അപ്പോൾ ഇവിടെ എത്ര ഫാക്ടേഴ്സ് വന്നു? 3 ഫാക്ടേഴ്സ് വന്നു. അതായത് നമ്പർ അല്ലാതെ 2 കൂടി ഫാക്ടർ ആയിട്ട് വന്നു. ഇതെന്തല്ല? പ്രൈം നമ്പർ അല്ല. പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1ഉം ആ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട്, ഘടകങ്ങളായിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്, അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2 3 5 7 11 13 17 19 23 29 31 37 41 43 47 53 59 61 67 71 73 79 83 89 97. ഇത്രയാണ്
ഇത്രയും നമ്പേഴ്സ് ആണ് 100 വരെ അപ് ടു 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ്. ഏകദേശം അതായത് അപ് ടു 100 വരെ 25 പ്രൈം നമ്പേഴ്സ് ആണ് ഉള്ളത്. ഇപ്പൊ നോക്കൂ, 2ന്റെ ഫാക്ടർ എന്തൊക്കെയാണ്? 1ഉം 2ഉം മാത്രമാണ് 2ന്റെ ഫാക്ടേഴ്സ്. 3യുടെതോ 1ഉം 3ഉം. 5 നോക്കിയാൽ 1 5. 97 നോക്കിയാൽ 1ഉം 97ഉം മാത്രമേ പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. ഒരു നമ്പറും 1ഉം ഒരു നമ്പർ തന്നിട്ട് അതിന്റെ ഫാക്ടേഴ്സ് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം അതേ നമ്പർ മാത്രമേ ഉള്ളെങ്കിൽ അത്തരം നമ്പറുകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നോൺ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് പറഞ്ഞു, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ അല്ലെങ്കിൽ സ്മാളസ്റ്റ് പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 2 ആണ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ അല്ലെങ്കിൽ സ്മാളസ്റ്റ് പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ആണ്. ഇനി അടുത്തത് നമുക്ക് നോൺ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ മറ്റൊരു പേരാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. സംയുക്ത സംഖ്യകൾ അല്ലെങ്കിൽ ഭാജ്യസംഖ്യകൾ കേട്ടോ, ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത്. അതായത് ഫാക്ടേഴ്സ് 1 ആ ഒരു നമ്പർ മാത്രമായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞ പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പം നോൺ പ്രൈം നമ്പേഴ്സ് ആകുമ്പോൾ 1 അതേ നമ്പർ കൂടാതെ മറ്റ് നമ്പേഴ്സും ഫാക്ടേഴ്സ് ആയിട്ട് വരും. അങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ നോൺ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും എന്തിന്? നോൺ പ്രൈം നമ്പേഴ്സിന് അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സിന്. ഭാജ്യ നമ്പേഴ്സിന് 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ മുമ്പേ പറഞ്ഞതിൽ 4 വന്നില്ലല്ലോ. 4 എടുത്ത് നോക്കൂ. ഫസ്റ്റ് നോൺ പ്രൈം നമ്പർ 4 നമുക്ക് എടുക്കാം. അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 2 4. 6 ആണെങ്കിലോ 1 2 3 6. അടുത്ത 8 നോക്കുകയാണെങ്കിലോ 1 2 4 8. അതായത് ഈ നമ്പേഴ്സിനെല്ലാം, ഇനി ഇങ്ങോട്ട് ഏത് നമ്പർ നമ്മൾ നോക്കിയാലും ഈ നമ്പേഴ്സിനെല്ലാം എന്തായിരിക്കും? 2ൽ കൂടുതലായിരിക്കും ഫാക്ടേഴ്സ്. അങ്ങനെയുള്ള നമ്പേഴ്സാണ് നോൺ പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ്, ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാറ്റഗറി ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നതാണ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്താണ്? ഭിന്നസംഖ്യകൾ. റാഷണൽ നമ്പേഴ്സ് ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ A/B ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ എയും ബിയും എന്തായിരിക്കണം? ഇൻഡിജേഴ്സ് ആയിരിക്കണം. ക്ലിയർ ആണോ? അതുപോലെ ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ബി 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിലേക്ക് വാല്യൂ പോകുമല്ലോ. അതുകൊണ്ടാണ് ബി 0 ആവാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ വരുന്നത്. എയും ബിയും ഇൻഡിജേഴ്സ് ആയിരിക്കണം. അതായത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. ഇപ്പോൾ റാഷണൽ നമ്പേഴ്സ് എഴുതുമ്പോൾ നമുക്ക് അതിനുള്ള എക്സാമ്പിൾസ് നോക്കാം. 1/2 3/2 -1/5 -2/3. ഇതെല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, A/B ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് ആയിരിക്കണം. ഇവിടെ എയും ബിയും ഇൻഡിജേഴ്സ് ആയിരിക്കണം. ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇതാണ് റാഷണൽ നമ്പേഴ്സിന്റെ കണ്ടീഷൻസ്. ഇതിനെയും നമുക്ക് നമ്പർ ലൈൻസിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. അടുത്തത് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ A/B ഫോമിൽ എഴുതാൻ സാധിക്കാത്ത നമ്പേഴ്സിനാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്.
ഇവിടെ കേസ് ബി നോട്ട് ഈക്വൽ ടു 0 തന്നെയാണ്. ഓക്കെ, എ ബൈ ബി ഫോമിൽ എഴുതാൻ സാധിക്കാത്ത നമ്പേഴ്സാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഇപ്പൊ ഇതിനൊരു എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ √3, √5, √7 ഇങ്ങനെ പോകും. അതായത് എന്താണ് എ ബൈ ബി ഫോമിൽ എഴുതാൻ പറ്റില്ല എന്ന് പറയുന്നത്? എയും ബിയും ഇൻറ്റിജേഴ്സ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട് അല്ലേ? ആ ഒരു ഫോമിൽ എഴുതാൻ പറ്റില്ല √3, √5, √7 ഒക്കെ. അതുകൊണ്ട് ഇത് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി വരുന്നൊരു പോർഷൻ ആണ് എന്ത്? കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എക്സ് പ്ലസ് ഐ വൈ ഈ ഫോമിൽ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് എക്സ് പാർട്ട് എന്താണ്? റിയൽ പാർട്ടും വൈ പാർട്ട് ഇമാജിനറിയുമാണ്. നമ്മൾ മുന്നേ കാണിച്ചായിരുന്നു അല്ലേ? പ്ലെയിൻ, ഇത് റിയൽ പ്ലെയിൻ, ഇത് ഇമാജിനറി പ്ലെയിൻ. അപ്പൊ എക്സ് ഇവിടുത്തെ ആണെങ്കിൽ ഇതാണ് നമ്മൾ വൈ പ്ലെയിൻ എന്ന് പറയുന്നത്, ഐ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വൈ. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് ഈ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള നമ്പേഴ്സ് സിസ്റ്റമാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? i ഈക്വൽ ടു √-1. റിയൽ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ റിയൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ റിയൽ നമ്പേഴ്സിന്റെ കേസിലാണ് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും വരുന്നത്. ഓക്കെ, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് മുന്നേ പറഞ്ഞ നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മൾ പഠിച്ച നമ്പേഴ്സിനെയൊക്കെ നമുക്ക് നമ്പർ സിസ്റ്റത്തിൽ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഓക്കെ, ഇത് 0, 1, 2, 3 ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകും. 1 മുതൽ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഈ നമ്പേഴ്സ് എന്ത് നമ്പേഴ്സ് ആണ്? നാച്ചുറൽ നമ്പേഴ്സ്. നമുക്ക് n വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇനി 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന നമ്പേഴ്സ്, ഇതെന്ത് നമ്പേഴ്സ് ആണ്? ഹോൾ നമ്പേഴ്സ് ആണ്, അതായത് അഖണ്ഡ സംഖ്യകളാണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0 കൂടി ഇൻക്ലൂഡഡ്. നമുക്ക് w വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇനി കൗണ്ടിങ് നമ്പേഴ്സിന്റെ നെഗറ്റീവ് -1, -2, -3 ഇങ്ങനെ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന നമ്പേഴ്സ് അല്ലേ? ഇതുൾപ്പെടെ വരുന്ന നമ്പേഴ്സ് ആണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഹോൾ നമ്പേഴ്സ് മാത്രം 1, 2, 3 ഇങ്ങനെ കൗണ്ടബിൾ ആയിട്ടുള്ള നമ്പേഴ്സ്, 0 അതിന്റെ നെഗറ്റീവ്, അതാണ് ഇൻറ്റിജേഴ്സ്. നമുക്ക് ഐ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇനി റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്രയും നമ്പേഴ്സ് മാത്രമല്ല, ഇതിന്റെ കൂടെ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്, എല്ലാ നമ്പേഴ്സിനെയും നമ്പർ സിസ്റ്റത്തിൽ ഒരു റാഷണൽ നമ്പറിനെ നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. റാഷണൽ നമ്പേഴ്സ്, അതായത് ഇപ്പോൾ 1/2 അല്ലേ? അതിനെ എവിടെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? 1/2 മീൻസ് 0.5 ആണ് അല്ലേ? അതിൻ്റെ വാല്യൂ 0.5 ഒരേയായിട്ട് വരും, 0.5. അപ്പോൾ ഒരു റാഷണൽ നമ്പേഴ്സിനെ നമുക്ക് റിയൽ നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യാം, നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാം. ഇനി ഇറാഷണൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്തു നമ്മൾ. ഇനി നമുക്ക് ഇറാഷണൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്പർ സിസ്റ്റത്തിൽ. ഇപ്പം √3 ഇറാഷണൽ നമ്പർ, ഇതിനെ നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ? സാധിക്കും. 1.732 ആണ് ഇതിന്റെ വാല്യൂ. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് √3 വരും. ഇറാഷണൽ നമ്പേഴ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഈ റാഷണൽ നമ്പേഴ്സിനെയും ഇറാഷണൽ നമ്പേഴ്സിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ സിസ്റ്റത്തെ നമ്മൾ എന്തെന്ന് പറയും? റിയൽ നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം. നമ്മൾ നമ്പർ സിസ്റ്റം എന്താണ്, അതിൻ്റെ ബേസിക്സ് മാത്രമാണ് ഇന്ന് നോക്കിയത്. നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ച നമ്പേഴ്സ് ഏതൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, ദെൻ ഈ നാച്ചുറൽ നമ്പേഴ്സിൽ തന്നെ നമ്മൾ ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ് എന്താണെന്ന് നോക്കി അല്ലേ? ദെൻ പ്രൈം നമ്പേഴ്സ്,
നോൺ പ്രൈം നമ്പേഴ്സ്, അല്ലെങ്കിൽ അതിനെ കോമ്പോസിറ്റ് നമ്പേഴ്സ്. Then real numbers, complex numbers, rational numbers, irrational numbers. ഇതിൽ ഈ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് പുതിയൊരു ചാപ്റ്ററായിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട്. റാഷണൽ നമ്പേഴ്സ് ഭിന്നസംഖ്യകളൊക്കെ പുതിയൊരു നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് എല്ലാം പഠിക്കാം. ഇപ്പോൾ ഈ നമ്പർ സിസ്റ്റം പരിചയപ്പെടുമ്പോൾ ഈ 2 ടേംസ് നമ്മൾ പരിചയപ്പെട്ടതേ ഉള്ളൂ. നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞു, കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. ഹോൾ നമ്പേഴ്സ്, 0 ഉൾപ്പെടുന്ന നാച്ചുറൽ നമ്പേഴ്സ് 0 ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഹോൾ നമ്പേഴ്സ്. ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് 0, നെഗറ്റീവ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, ഇത് ഇത്രയും ചേരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഇൻഡിജേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകൾ എന്ന് പറഞ്ഞു. പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞു, 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സാണ്, 2 ഫാക്ടേഴ്സ് മാത്രം. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണെന്ന് പറഞ്ഞു. നോൺ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, അതായത് ഒന്നോ ആ ഒരു നമ്പറും അല്ലാത്ത കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ നോൺ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1 എന്ന് പറയുന്നത് പ്രൈം നമ്പറും അല്ല നോൺ പ്രൈം നമ്പറും അല്ല. 1 നോട്ട് പ്രൈം ആൻഡ് നോൺ പ്രൈം, പ്രൈം നമ്പറും അല്ല നോൺ പ്രൈം നമ്പറും അല്ല. പിന്നെ റിയൽ നമ്പേഴ്സ് പറഞ്ഞു, അതായത് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫുൾ നമ്പേഴ്സും റിയൽ നമ്പേഴ്സാണ്. അതായത് ഏതൊക്കെയാണ്, റാഷണൽ ആൻഡ് ഇറാഷണൽ, ഇങ്ങനെയുള്ള ടോട്ടൽ നമ്പേഴ്സ് നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സാണ്. കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ പരിചയപ്പെട്ടു. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇമാജിനറി പാർട്ട് കൂടി വരുന്നുണ്ട്. പ്ലെയിനിൽ നമ്മൾ ഒരു റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് ഈ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഒക്കെ ആവശ്യം വരുന്നത്. ഇതാണ് ഇന്ന് ഓവറോൾ നമ്മളൊരു നമ്പർ സിസ്റ്റത്തെ കുറിച്ച് നോക്കിയത്. ഇനി നമുക്ക് അടുത്തത് ഡിവിസിബിലിറ്റി, 15 വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഉള്ള ഡിവിസിബിലിറ്റി മെത്തേഡുകൾ നമുക്ക് ചെക്ക് ചെയ്യണം. അതുപോലെ ഇതിനകത്ത് വരുന്നതാണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. ഇത് രണ്ടും നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.